എന്നാ വലിയ കാലാന്ന് നോക്കേ. ഇവർക്ക് എങ്ങനെ 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഇത് എങ്ങനെ തരുന്നു? ഗിരീഷ, നേരം നമ്മള് മേടിച്ച പാഴ്സൽ എടുത്താലോ? നമ്മൾ കഴിഞ്ഞ ദിവസേ 350 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചായിരുന്നു. ഒരു ചെറിയ ലെഗ് പീസും ഉണ്ട്, കുറച്ച് റൈസും ഉണ്ട്. അതൊക്കെ തികച്ച് കഴിക്കാനായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മേടിച്ച 100 രൂപയുടെ ഒരു ബിരിയാണി. തമിഴ്നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ്, കാരണം ഇന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലും, അതുകൊണ്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. തെങ്കാശിയിലോട്ട് പോവുകയാണ്. അവിടുന്ന് മേടിച്ച ബിരിയാണിയാണ്. വിനീഷ ഞെട്ടിയുണ്ടോ? എന്തോ ഞെട്ടിയ വിനീഷ? ഒരു ലെഗ് പീസ് അല്ലേ ഇരിക്കുന്നത്, അതും പൊരിച്ച കോഴിയുടെ മണം അടിച്ചില്ലേ? കേട്ടോ, ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ കൂടെ തരുന്നതാണ് കേട്ടോ. 100 രൂപയുടെ ചിക്കൻ ബിരിയാണിയാണ് കാണുന്നത്. അതിനകത്തൊരു ലെഗ് പീസ് ഉണ്ട്, ഒരു മുട്ടയുണ്ട്, പിന്നെ ഇതിന് വേറെ കുറെ സൈഡ് ഡിഷും തന്നിട്ടുണ്ട്. സലാഡ് ഉണ്ട്, എന്തോ ഒരു ഗ്രേവിയുണ്ട്. എടുത്ത എല്ലാം ഞെട്ടിയില്ല ചെറുതായിട്ടൊന്ന്. കോഴി പൊരിച്ചത് ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു, പക്ഷെ പാത്രത്തിൽ കിട്ടുന്നത് കരുതിയില്ല. 100 രൂപയുടെ ബിരിയാണിയാണ്. നമ്മളെ നാട്ടിൽ തരുമോ? ഇല്ല, ലെഗ് പീസിന് എടുത്ത എന്നാ വലിയ ലെഗ് പീസ്. ഞാൻ ഇത് ചെയ്യട്ടെ. ഇത് അവരുടെ ഒരു ചള്ളാസ്. ഇതെന്തോ ഒരു കറി. പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള കറികൾ ഇവിടുത്തെ കഴിക്കാൻ പേടിയാ. സലാഡ് ഇച്ചിരി ഉള്ളു, കുഴപ്പമില്ല. ആവട്ടെ, 100 രൂപയ്ക്ക് തന്നില്ലേ അത്? കഴിഞ്ഞ 350 രൂപയ്ക്ക് നിന്നോട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഈ സലാഡ് മൊത്തം ആദ്യമേ തിന്നരുത്. കഴിഞ്ഞ ട്രിപ്പ് 350 രൂപയ്ക്ക് നമ്മൾ എവിടെ കഴിച്ചേ? ഡിണ്ടിക്കൽ ബിരിയാണി, തലപ്പാക്കട്ട് ബിരിയാണി. എന്റെ പൊന്നേ, ഡിണ്ടിക്കൽ ബിരിയാണിയും കഴിച്ചു, ഡിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണിയും കഴിച്ചു. ഡിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണിയുടെ വില എത്രയായിരുന്നു? 115 രൂപ, അല്ല 315 രൂപ. ഡിണ്ടിക്കൽ ബിരിയാണിയുടെ വില എത്രയായിരുന്നു? ഡിണ്ടിക്കൽ നല്ല, അത് ശിവ ബിരിയാണിയാ. ശിവ ബിരിയാണി അത് 350 രൂപയാണ്. പക്ഷെ അതിനുശേഷം നോക്കുവാണെങ്കിൽ റൈസും ഒരുപാടുണ്ട്, ഒരു മുട്ടയും ഉണ്ട്, ഒരു വറുത്ത കോഴിയുടെ കാല്. ഒന്ന് കാണിച്ചു തന്ന കാലൊന്ന്. എന്നാ വലിയ കാലാന്ന് നോക്കേ. ഇവർക്ക് എങ്ങനെ 100 രൂപയ്ക്ക് ഇത് എങ്ങനെ തരുന്നു? നീ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ടേസ്റ്റ് നോക്ക്. ഇവിടെ ഒരു റോസാ തോട്ടം കേട്ടോ. റോസാ ചെടികൾ ഇവിടെ ഫുള്ള് അവിടെ എല്ലാം നട്ടേക്കുന്നത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്ന വഴി, അങ്ങനെ തെങ്കാശിലോട്ട് പോകുന്ന വഴിക്കാണ്. നമുക്ക് കയറി പറ്റും, നമുക്ക് കയറി വീട് എടുക്കാം അല്ലേ? അവരുടെ ആ ഒരു സ്റ്റൈല് ബിരിയാണി അന്ന് കഴിച്ച ടേസ്റ്റ് ഉണ്ട് ഇത്. അതും അവിടെ 300. അതാ നല്ലത്. വ്യത്യാസം ഉണ്ടല്ലേ? പിന്നെ വ്യത്യാസം, രുചിക്ക് വ്യത്യാസം ഉണ്ടല്ലേ? നല്ല വ്യത്യാസമുണ്ട്. അത് അവരുടെ സ്വന്തം ഫ്ലേവർ ആയിരിക്കും. ഇതൊരു ആവറേജ് 100 രൂപയ്ക്ക് പോരെ മതി. 250 രൂപയുടെ വ്യത്യാസമുണ്ട്. അതിന് ഇതൊന്ന് വീഡിയോ ആക്കി ചെയ്യണമെന്ന് തോന്നി. പിന്നെ പൊറോട്ടയും കൂടെ മേടിച്ചേട്ടോ. എനിക്ക് പൊറോട്ട മതിയായിരുന്നു, അവൾക്ക് ബിരിയാണി ആയിരുന്നു. എനിക്ക് വേണ്ട ഈ ബിരിയാണി, ഞാൻ പൊറോട്ട കഴിച്ചോളാം. ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഓക്കെ. അന്നേരം നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് ബെസ്റ്റ് ഇല്ലേ? നമ്മുടെ നാട്ടിലെ ബിരിയാണി രാജാവാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത്രയും പീസ് കിട്ടില്ല. പക്ഷെ റൈസ് കിട്ടും. പക്ഷെ ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ വറുത്തതൊന്നും കിട്ടത്തൊന്നുമില്ല. അന്നേരം തമിഴ്നാട് ഒരു ബിരിയാണി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ്, സാധാ ലോക്കൽ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അത് നിങ്ങൾ നാട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് ഒന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ചത്. കാരണം എന്താ പറയുക, ഇതിൽ പണി കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ പോയി കിടക്കാമല്ലേ. പോകുന്ന വഴിക്കാന്ന് പണി കിട്ടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഫുഡൊന്നും മേടിച്ച് കഴിക്കാറില്ലായിരുന്നു. ഇപ്പം കഴിച്ചു. കുഴപ്പമില്ല, അവരുടെ തന്നതായ ഒരു രീതിയിൽ അവർ ചെയ്തു. നമുക്ക് നമ്മുടെ ഇഷ്ടമായതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ആ ഒരു മസാല കുത്ത് എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ലേ? ചിക്കൻ കൊള്ളാല്ലേ? മുട്ടയുണ്ട്, സാലഡുണ്ട്, സൈഡായിട്ട് വേറൊരു കറിയും ഉണ്ട്. ചിക്കന്റെ ഫ്ലേവർ ഞാൻ പറയാം. ഈ മസാല തേച്ചങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടത്തില്ല, ചുമ്മാ മസാല വരട്ടി ഇടുക. നല്ല കളറുണ്ട്, ഫുഡ് കളർ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തമിഴ്നാട് ഒരു സ്റ്റൈൽ ഒരു ബിരിയാണി, നാടൻ ബിരിയാണി കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു കടയിൽ കയറി മേടിച്ചാണ്, 100 രൂപയ്ക്ക് കൊടുത്ത് മേടിച്ചതാണ്. അന്നേരം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായ വിചാരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കുക. നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ ആദ്യം ആ പൊതിയോട് തുറന്നപ്പോ നിന്റെ കണ്ണ് തള്ളിയോ? അതും ഈ പീസ് കണ്ട്, കാരണം ഇത് ആ ചില്ലുകൂട്ടി ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷെ തരുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഓൾ തമിഴ്നാട് യാത്രയിൽ അവസാന ദിവസങ്ങളാണല്ലേ. എന്താണെന്നറിയോ, ഇതില്
മല്ലിയിലയുടെ അതിപ്രസരവാ. ആണല്ലേ? ഓ, മല്ലിയില ഇട്ടിട്ടുണ്ടല്ലേ ഒരുപാട്. എന്നാ ശരി, ഓക്കെ.